തിന്നാൻ നല്ല രസമാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയുള്ള സാധനമാണ് ഈ ചേന അല്ലേ. അപ്പോൾ ഞങ്ങളടുത്തൊരു ചേന കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് പൊരിച്ചെടുക്കാമെന്ന് കരുതി. ഇത് ചെറുതാക്കി പൊരിച്ചെടുത്താൽ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഈ കറി വെക്കണതിലേറെ ഇവിടെ ഇഷ്ടം ഈ ചേന ചെറുതാക്കി പൊരിച്ചെടുക്കണതാണ്. ഞാനത് നല്ലോണം ചെത്തി വൃത്തിയാക്കി എടുത്തേക്കണ്. ഇനി അതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ചെറിയതാക്കി കണ്ട് അരിയണം. അപ്പോഴാണിത് എളുപ്പമാവും ചെയ്യും. നല്ല രസത്തിൽ കറുമുറ പോലെ തിന്നും ചെയ്യട്ടെ നമുക്ക്. അപ്പോൾ ഞാനിതൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഇത് വലിയ ചൊറിയൊന്നും ഇല്ലാത്ത ചേനയാണ് കേട്ടോ. നല്ല ചൊറിയില്ലാത്ത ചേനയാണെന്നുണ്ടെങ്കിൽ നമ്മളാകെ മണ്ടേണ്ടി വരും. അത്രയും ചൊറി ഉണ്ടാവും കേട്ടോ. ചില ആൾക്കാർ പറയും ഇത് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചൊറി പോകുന്നൊക്കെ. അതൊക്കെ വെറുതെ പറയാനില്ല. ആ ചൊറിൻ്റെ നേരം കഴിഞ്ഞാൽ അത് മാറും, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ അരിഞ്ഞൊക്കെ റെഡിയാക്കിക്കണേ. പുളിയെങ്ങാണ്ട് കജ്ജോണ്ടൊക്കെ എടുത്തിടുന്നുണ്ട്. വലിയ ചൊറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരക്കിടില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ആകെ പായേണ്ടി വരും. പിന്നെ അതിക്ക് വെള്ളം പാർന്നെങ്ങാണ്ട് ഏതായാലും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. ആ നേരം കൊണ്ട് ചോറൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണ്ടിട്ട് ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിനി കഴുകിയൊക്കെ എടുത്തുങ്ങാണ്ട് പിന്നെ ഞാൻ അതിക്ക് മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. സാധാ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ എന്താണ് മുളകും പൊടി അങ്ങനെയൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് മസാല വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമുക്കത് വേറെ എന്തെങ്കിലും സാധനമാണെങ്കിൽ കജ്ജോണ്ട് നല്ലോണം ഇളക്കി എടുത്താൽ മതി. പക്ഷേ ഇത് ചേനായതുകൊണ്ട് അതിന് പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും ഒരു സ്പൂണൊക്കെ വെച്ചിങ്ങാണ്ട് ഇളക്കി എടുത്തിക്കണേ. പിന്നെ ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇങ്ങനെ ഇട്ടാൽ നല്ല സുഖമാണ് കേട്ടോ. തിരിച്ചുമ്പോൾ വല്ലാതെ ദൂരം പോകാതെ നോക്കിക്കോളി കേട്ടോ. കുറച്ചൊക്കെ ദൂരം പോയാൽ ഞാൻ അങ്ങനെ എടുത്തിടണ മാതിരി ഉള്ളിൽ തന്നെ എടുത്തിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് ആയിപ്പോവും കേട്ടോ. പിന്നെ ഏതായാലും ഇവിടെ അത്യാവശ്യൻ്റെ നിലയിൽ കിടക്കണ ഒരു കുമ്പളങ്ങ കിട്ടിയിരിക്കണം കേട്ടോ. ഫ്രിഡ്ജ് തപ്പിയപ്പോൾ കിട്ടിയതാണ്. അത് ഏതായാലും ഒന്ന് കറി വെക്കാമെന്ന് കരുതി ചെത്തി കുറിപ്പിച്ച് നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോയെന്നുള്ളത്. ഇപ്പോഴെങ്കിലും ഇത് എടുത്തിട്ടില്ലെങ്കിൽ ഇത് ആകെ കുജ്ജ് കിട്ടാൻ മതിയാകും. അത്രയും അവസ്ഥയൊക്കെയാണ്. ഏതായാലും ചെത്തി എടുത്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ചെറുതാക്കി ഇതൊന്ന് നുറുക്കിക്കാണ്ട് ഇതൊന്ന് കുക്കർക്ക് ഇട്ടുകാണ്ട് വിസിലടുപ്പിച്ചാൽ കറിയായിട്ടോ. പിന്നെ അതിക്ക് തേങ്ങ എന്തെങ്കിലുമൊക്കെ അരച്ച് പാരണം നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പറ്റൂലല്ലോ. ആ നേരം കൊണ്ട് ചോറൊക്കെ ഒന്ന് നോക്കുകയാണ്. ഞാൻ ചോറ് അയക്കണ്. ഇത് റേഷൻ പീടിയിൽ നിന്ന് വാങ്ങണ അരി കൊണ്ട് തന്നെ എളുപ്പമുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ റേഷൻ പീടിയത്തെ അരി തന്നെ കിട്ടണം കേട്ടോ. അതാണ് ഞങ്ങൾക്ക് താല്പര്യം. പിന്നെ വേറെ എന്തെങ്കിലും വലിയ പരിപാടിയോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ അരിയൊക്കെ വെക്കും. ആരെങ്കിലും വരികയൊക്കെ ആണെങ്കിൽ വെക്കും എന്നല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഇതാണ് താല്പര്യം. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിക്കണ്. ആ സമയം ഞാൻ കുക്കറിൽ അത് ഇട്ടീനി കേട്ടോ കുമ്പളങ്ങ. അപ്പോൾ നോക്കുമ്പോഴാണ് അതിൻ്റെ ആവി ഒന്നായിട്ട് പുറത്തേക്ക് പോകണത് കണ്ടത് കേട്ടോ. ആർക്കെങ്കിലും ഇങ്ങനത്തെ മോഡൽ കുക്കറുണ്ടോ? എന്തെങ്കിലും നേരത്തെ നമ്മൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആവി പുറത്ത് കേൾക്കാനും പോകുക കേട്ടോ. നല്ലോണം അമർത്തി പൊടിച്ച് കഴിഞ്ഞാൽ ഒരു തലക്കൊന്നും കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടോ. കുക്കറിനാണെങ്കിലും കിട്ടേണ്ടത് കിട്ടിയാൽ റെഡിയാവും. പിന്നെ ഞാൻ അതിക്ക് ഏതായാലും നമുക്ക് തേങ്ങ പൊട്ടിച്ച് പാരണമല്ലോ. പിന്നെ ഏതായാലും അങ്ങനത്തെ ഒരു കുമ്പളങ്ങയല്ലേ നമ്മളടുത്തില്ലത്. അപ്പോൾ എന്തായാലും തേങ്ങ അതിക്ക് വേണം. അപ്പോൾ ഏതായാലും അത് പൊട്ടിച്ചിട്ട് എഴുതി കുറേ പൊട്ടലും ഇതൊക്കെ കേട്ടുങ്ങാണ്ട് തേങ്ങ പൊട്ടി കിട്ടിയിട്ടുണ്ട്.